നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് PHP, an introduction to server side programming. നമ്മൾ കഴിഞ്ഞ ദിവസം വരെയുള്ള ചാപ്റ്ററുകളിൽ HTML പഠിച്ചു, CSS പഠിച്ചു, ക്ലയന്റ് സൈഡ് പ്രോഗ്രാമിങ്ങിനുള്ള ജാവാസ്ക്രിപ്റ്റ് പഠിച്ചു. നെക്സ്റ്റ് ടോപ്പിക് എന്ന നിലയിൽ നമ്മൾ സെർവർ സൈഡ് പ്രോഗ്രാമിംഗ് എന്തുപയോഗിച്ച് പഠിക്കുന്നു? PHP ഉപയോഗിച്ച് പഠിക്കാൻ പോകും. രണ്ട് ടൈപ്പ് പേജസ് ഉണ്ട് വെബിൽ. ഒന്ന് സ്റ്റാറ്റിക് പേജസ്, മറ്റത് ഡൈനാമിക് പേജസ്, അല്ലെങ്കിൽ സ്റ്റാറ്റിക് സൈറ്റ് അല്ലെങ്കിൽ ഡൈനാമിക് സൈറ്റ്. ഇനി എങ്ങനെയാണ് ഒരു സ്റ്റാറ്റിക് സൈറ്റിന്റെ വർക്കിംഗ് നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. നമുക്കെല്ലാം അറിയാം, നമ്മൾ എവിടെ നിന്നാണോ ഒരു പേജിനെ അല്ലെ വെബ് പേജിനെ നമ്മൾ കാൾ ചെയ്യുന്നത്, അല്ലെ ഒരു സൈറ്റ് ഇൻവോക്ക് ചെയ്യുന്നത്, അതിനെ എന്തെന്ന് പറയും? നമ്മൾ ക്ലയന്റ് എന്ന് പറയും. ഓക്കെ, എവിടെ നിന്നാണോ നമുക്ക് ആ ക്ലയന്റിന് വേണ്ടുന്ന ഇൻഫർമേഷൻ ആസ് പെർ അവർ റിക്വസ്റ്റ് തിരിച്ചു തരുന്നത്, അതിനെ നമ്മൾ എന്തെന്ന് പറയും? സെർവർ എന്ന് പറയും. അന്നേരം ക്ലയന്റ് സൈഡിൽ ഒരു കമ്പ്യൂട്ടറോ അങ്ങനെയുള്ള വെബ് പേജിൽ ലോഡ് ചെയ്യാനുള്ള ഡിവൈസസ് കാണും. സെർവർ സൈഡിലും നമുക്ക് ഇൻഫർമേഷൻ തരാൻ വേണ്ടിയുള്ളൊരു ഡിവൈസസ് കാണും. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, നമ്മുടെ ക്ലയന്റ് സൈഡിൽ ഒരു കമ്പ്യൂട്ടർ ഉണ്ട്. ഒരു HTTP റിക്വസ്റ്റ് വഴി നമ്മൾ ഏത് പേജിനെ വിളിക്കാൻ ശ്രമിക്കുകയാണ്? abc.com എന്ന് പറയുന്ന ഒരു വെബ് പേജ് അല്ലെ ഒരു വെബ്സൈറ്റ് നമ്മൾ വിളിക്കാൻ പോവാണ്. അന്നേരം നമുക്ക് വേണ്ടുന്ന ഇൻഫർമേഷൻ abc.comന്റെ ഇൻഫർമേഷൻ ആണ് വേണ്ടുന്നത്. എല്ലാ വെബ് പേജ് ഈ പറയുന്ന എല്ലാ വെബ്സൈറ്റുകൾക്കും ഒരു ഹോം പേജ് ഉണ്ടാവും. നമ്മൾ വെറുതെ abc.com എന്ന് വിളിക്കുവാണെങ്കിൽ abc.comന്റെ ഹോം പേജ് ആണ് നമുക്ക് തിരിച്ചു തരേണ്ടത്. അതെവിടെ ആയിരിക്കും കിടക്കുന്നത്? സെർവറിലായിരിക്കും കിടക്കുന്നത്. നമ്മുടെ റിക്വസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ സെർവറിൽ നിന്നും ആ റിക്വസ്റ്റ്, നമ്മുടെ റിക്വസ്റ്റ് അനുസരിച്ച് ആയിട്ട് റെസ്പോൺസ് HTTP റെസ്പോൺസ് ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ട് എങ്ങോട്ട് സെൻഡ് ചെയ്യും? നമ്മുടെ ക്ലയന്റ് സൈഡിലോട്ട് തന്നെ സെൻഡ് ചെയ്യും. അതാണ് താഴെ നോക്കുക, തിരിച്ചുള്ള ആരോ നോക്കുക, HTTP റെസ്പോൺസ് വെബ് കണ്ടന്റ് ഒരു HTML ഫയൽ ആയിരിക്കും. ആൻഡ് ക്ലയന്റ് സൈഡിലെ കോഡ് എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്നത്? നമ്മൾ നേരത്തെ പഠിച്ചില്ല, HTMLോ CSSോ ജാവാസ്ക്രിപ്റ്റോ ആണ് നമ്മൾ കോഡിങ്ങിന് ഉപയോഗിക്കുന്നത്. അന്നേരം അവിടെ സ്റ്റാറ്റിക് പേജ് ആയതുകൊണ്ട് തന്നെ സെർവറിൽ നിന്നും നമ്മൾ എന്താണ് ആവശ്യപ്പെടുന്നത് അത് കോൺസ്റ്റന്റ് ആയിട്ട് ഇൻഫർമേഷൻ ആയിരിക്കും എങ്ങോട്ട് പോകുന്നത്? നമ്മുടെ ക്ലയന്റ് സൈഡിലോട്ട് പോകുന്നത്. അടുത്ത് നമുക്ക് റിക്വസ്റ്റ് ടു എ ഡൈനാമിക് സൈറ്റ് നോക്കാം. The server must respond dynamically if it needs to provide different client side code depending on the situation. എന്ന് പറഞ്ഞാൽ ഒരു പേജ് അല്ലെങ്കിൽ ഒരു സൈറ്റ് ഡിഫറെന്റ് പേഴ്സൺസ് വിളിക്കുമ്പോൾ എല്ലാ തവണയും ഒരേ ഔട്ട്പുട്ട് തന്നെ എല്ലാ ക്ലയന്റിനും കിട്ടണം എന്ന് നിർബന്ധമില്ല. വ്യത്യസ്തങ്ങളായ പേജസ് ആയിരിക്കും ഓരോ ക്ലയന്റിനും കിട്ടുന്നത്. അതിന് പല റീസൺസ് ഉണ്ടാവും. എക്സാമ്പിൾ ആയിട്ട് ആദ്യം നോക്കുക, ഡേറ്റ് ആൻഡ് ടൈം. ഇപ്പം ഒരു ന്യൂസ് പേപ്പറിന്റെ സൈറ്റ് ആണ് വിളിക്കുന്നത് വിചാരിക്കുക. അത് ഇന്ന് രാവിലെ ഒരാൾ വിളിച്ചാൽ അയാൾക്ക് കിട്ടുന്ന ന്യൂസ് ആയിരിക്കണമെന്നില്ല ഇന്നത്തെ ഡേറ്റിൽ തന്നെ എന്താണ് വേറെ സമയത്ത് അയാൾ ആ പേജ് വിളിച്ചാലുള്ളതാണ്. അതിന് കാരണം എന്താണ്? അത് ഡൈനാമിക് ആയിട്ട് യൂസറിന്റെ ഡേറ്റും ടൈമും ഡിപ്പെൻഡ് ആയിട്ട് പേജ് വ്യത്യസ്തങ്ങളായിട്ടുള്ള റെസ്പോൺസ് ആയിരിക്കും സെർവറിൽ നിന്നും ക്ലയന്റ് സൈഡിലോട്ട് കിട്ടുന്നത്. അതാണ് ഒരു ഡൈനാമിക് പേജിന് സൈറ്റിന് എക്സാമ്പിൾ. അടുത്ത സ്പെസിഫൈസ് ഓഫ് ദ യൂസേഴ്സ് റിക്വസ്റ്റ്. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഒരു രജിസ്റ്റർ നമ്പർ കൊടുത്തിട്ട് നമ്മുടെ റിസൾട്ട് വെരിഫൈ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരു സൈറ്റിലാണ് കയറുന്ന വിചാരിക്കുക. ആദ്യത്തെ ഒരു ക്ലയന്റ് കൊടുക്കുന്ന രജിസ്റ്റർ നമ്പർ ആയിരിക്കത്തില്ല സെക്കൻഡ് ക്ലയന്റ് കൊടുക്കുന്ന രജിസ്റ്റർ നമ്പർ. അന്നേരം ഓരോരുത്തരെയും റിസൾട്ട് വ്യത്യസ്തമായിരിക്കും. അതും ഒരു സ്റ്റാറ്റിക് ഇൻഫർമേഷൻ ആയിരിക്കത്തില്ല, ഡൈനാമിക് പേജസിന്റെ റിസൾട്ട് ആയിട്ടായിരിക്കും കിട്ടുന്നത്. അടുത്ത ഡേറ്റാബേസ് കണ്ടന്റ്സ്, ഫോംസ് ആൻഡ് ഓതന്റിക്കേഷൻസ്. എക്സാമ്പിൾ ആയിട്ട് നമ്മളൊരു യൂസർ നെയിമും പാസ്വേഡും കൊടുത്തൊരു സൈറ്റ് കയറണമെന്ന് വിചാരിക്കുക.
ഇപ്പൊ നമ്മൾ ഓൺലൈൻ സൈറ്റിൽ ഒരു പേയ്മെന്റ് നടത്താൻ ശ്രമിക്കുകയാണ്. ഇതിന് കാണും ലോഗിൻ നെയിം, യൂസർ നെയിമും പാസ്വേഡും കൊടുക്കണം. അന്നേരം ഓരോ യൂസർക്കും ഒരു യൂസർ നെയിം കാണും, അത് നമ്മൾ ഫോമിൽ എൻ്റർ ചെയ്യുന്നു. അതിന് ഓതന്റിസിറ്റി ചെയ്യാൻ വേണ്ടി ഒരു പാസ്വേഡ് ഉണ്ടാവും. ഈ യൂസർ നെയിമും പാസ്വേഡും കറക്റ്റ് ആയെങ്കിൽ മാത്രമേ സൈറ്റിന്റെ അടുത്ത പേജസിലോട്ടോ ബാക്കി പേജസിലോട്ട് നമുക്ക്, അല്ലെങ്കിൽ എന്താണ്, ഇമ്മീഡിയറ്റ്ലി റെസ്പോണ്ട് ചെയ്യും. നിങ്ങൾ റോങ് ആയിട്ടുള്ള യൂസർ നെയിം ആണ് കൊടുത്തേക്കുന്നത്, അല്ലെങ്കിൽ പാസ്വേഡ് ആണ് കൊടുത്തേക്കുന്നത്. കറക്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, വേറെ രീതി. കറക്റ്റ് ആണെങ്കിൽ ഒരു രീതി പ്രിന്റ് ചെയ്യും, അല്ലെങ്കിൽ വേറെ രീതി ആയിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത്. അതിനും വ്യത്യസ്തങ്ങളായ ഔട്ട്പുട്ടുകൾ വ്യത്യസ്തങ്ങളായ സമയങ്ങളിൽ വ്യത്യസ്തങ്ങളായ ക്ലയന്റുകൾക്ക് കിട്ടുന്നതിന് നമുക്ക് എന്താ പറയും, ഡൈനാമിക് പ്രോസസിംഗ്, ഡൈനാമിക് പേജസ്, അല്ലെങ്കിൽ അതിനാണ് ഡൈനാമിക് സൈറ്റുകൾ എന്ന് പറയുന്നത്. അതിന് കോൺസ്റ്റന്റ് സൈറ്റ്, സ്റ്റാറ്റിക് സൈറ്റുകൾ എപ്പോഴും കിട്ടുന്ന ഇൻഫർമേഷൻ സെയിം ആണെങ്കിൽ ഡൈനാമിക് എന്തല്ല, ഓരോ സമയം ഡിപ്പെൻഡിങ് ഓൺ സിറ്റുവേഷൻസ് അത് വ്യത്യസ്തമായി മാറിക്കൊണ്ടിരിക്കും. അതാണ് സ്റ്റാറ്റിക്കും ഡൈനാമിക്കും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ നോക്കുക, നമ്മൾ താഴത്തെ HTTP റെസ്പോൺസ് വെബ് കണ്ടന്റ് HTML ഫയൽ തന്നെ ആയിരിക്കും. ക്ലയന്റ് സൈഡിൽ വരുന്ന കോഡിംഗ് HTML-ഉം CSS-ഉം ജാവാസ്ക്രിപ്റ്റും തന്നെയാണ്. പക്ഷേ ഡൈനാമിക്കലി ജനറേറ്റഡ് ബൈ ദ സെർവർ ആണ്. ഓരോ സമയവും വ്യത്യസ്തങ്ങളായ ആൻസർ ആയിരിക്കും സെർവർ തരുന്നത്. അതായിരിക്കും ക്ലയന്റിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. നമ്മൾ PHPയുടെ സ്റ്റാർട്ട് പേജ് തന്നെ കാണും. ഇതൊരു സെർവർ സൈഡ് പ്രോഗ്രാമിംഗ് ഉപയോഗിക്കുന്ന, നമ്മൾ സെർവർ സൈഡ് പ്രോഗ്രാം സെർവറിന്റെ റിക്വസ്റ്റ് അനുസരിച്ച് സെർവർ സൈഡിലെ കോഡിങ്ങിനാണ് സ്ക്രിപ്റ്റ്, സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് എന്തെന്ന് പറയുന്നത്, PHP എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം അതിന്റെ കുറെ എന്തൊക്കെയാണെന്നുള്ളത്. ഒന്നാമത് PHP എന്താണ്, ഇറ്റ് ഇസ് എൻ ഹൈപ്പർ ടെക്സ്റ്റ് പ്രീ പ്രോസസർ. PHP എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഹൈപ്പർ ടെക്സ്റ്റ് പ്രീ പ്രോസസർ എന്ന് അറിയപ്പെടും. Server side scripting language that may be embedded into HTML. നമ്മൾ HTML കോഡിന്റെ പാർട്ടായിട്ട് ആഡ് ചെയ്യുന്ന ആണെന്ന് പറഞ്ഞാലും സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജും, നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ഒക്കെ പഠിച്ചപ്പോൾ എംബഡ് ചെയ്യുന്നതിന്റെ കൂട്ട് തന്നെ PHP സ്ക്രിപ്റ്റ് ആണെങ്കിൽ അതിന് വേറെ അതിന്റെ ടാഗുകളൊക്കെ ഉണ്ട്. അതേ രീതിയിൽ നമുക്ക് HTML പേജിലാണ് എന്ത് എഴുതി കൊടുക്കുന്നത്, നമ്മൾ ഒരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജും ആസ് ഫോർ അവർ എക്സാമ്പിൾ PHPയും എഴുതി കൊടുക്കുന്നത്. Ultimate goal is to get PHP files to generate client side code. എന്ന് പറഞ്ഞാൽ ക്ലയന്റ് സൈഡിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസിന് റിക്വസ്റ്റിനനുസരിച്ച് ഒരു ഡൈനാമിക് ആയിട്ട് പേജ് ഉണ്ടാക്കി അത് ക്ലയന്റിന് കൊടുക്കുന്ന ജോലിയാണ് ആര് ചെയ്യുന്നത്, ഒരു PHP ഫയല് ചെയ്യുന്നത്. അങ്ങനെയാണ് ഡൈനാമിക് പേജസ് ഉണ്ടാവുന്നത്, അത് ക്ലയന്റ് സൈഡിന് കൊടുക്കുന്നുണ്ട്. Must end up with HTML, CSS, JavaScript and other client side code. അന്നേരം തിരിച്ചു വരുന്നതിനകത്ത് എന്തൊക്കെ ഉള്ളതായിരിക്കും, അതിന്റെ ടാഗ് എലമെന്റ്സ്, കണ്ടന്റ് കാണിക്കാൻ വേണ്ടിയൊക്കെ HTML ഉപയോഗിക്കും, അതിനെ ഫോർമാറ്റ് ചെയ്യാൻ CSS ഉപയോഗിക്കും, ക്ലയന്റ് സൈഡ് വല്ല സ്ക്രിപ്റ്റ് വല്ല പ്രോസസിംഗ് നടക്കാൻ വേണ്ടി ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിക്കും. ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ക്ലയന്റ് സൈഡ് കോഡ് ആയിരിക്കും നമുക്ക് എൻഡിൽ കിട്ടുന്നത്. PHP files have a default file extension of .php. ഒരു PHP ഫയലിനകത്ത് അല്ലെങ്കിൽ HTML ആയിട്ട് എംബഡഡ് ചെയ്യപ്പെടുന്ന ഫയലിന്റെ എക്സ്റ്റൻഷൻ എന്തായിരിക്കണം, .php എന്ന് ആയിരിക്കണം. ഇനി വാട്ട് ഹാപ്പൻസ് ടു PHP സ്ക്രിപ്റ്റ്. ഇവിടെ രണ്ട് ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. PHP ഫയൽ ഹെഡിങ്ങിന്റെ ഒരു സൈഡ് ഉണ്ട്, ഔട്ട്പുട്ട് റിസൾട്ടിങ് HTML ഒരു സൈഡ് ഉണ്ട്. ആദ്യത്തെ ലൈൻ രണ്ടിടത്ത് നോക്കുക, രണ്ട് HTML തന്നെയാണ്, രണ്ടാമത്തെ ലൈൻ ഹെഡ് തന്നെയാണ്, മാറ്റമൊന്നുമില്ല. അതെല്ലാം HTML സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ടൈറ്റിൽ ഉണ്ട്, ഹെഡ് ഉണ്ട്, ബോഡി ഉണ്ട്, ദിസ് ഈസ് HTML കൊടുത്ത് BR കൊടുത്ത് അടുത്ത ലൈനിലോടി. അടുത്ത ലൈനിലാണ് PHP ഫയലിന്റെ സൈസിൽ നമ്മൾ കൊടുക്കുന്നത് ലെസ് ദാൻ സിമ്പിൾ ക്വസ്റ്റ്യൻ മാർക്ക് എന്ത് കൊടുക്കുക, PHP എന്നാണ് നമ്മൾ ഇനി എഴുതാൻ പോകുന്ന PHP കോഡ്. ആ സിസ്റ്റത്തിന് മനസ്സിലാക്കണം. PHP എക്കോ ദിസ് ഈസ് PHP, എന്നിട്ട് ഒരു BR കൊടുത്ത്, എന്നിട്ട് നമ്മൾ സെമികോളൻ കൊടുത്ത് PHP ടാഗ് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി എന്താണ് ക്വസ്റ്റ്യൻ മാർക്ക് ഗ്രേറ്റർ ദാൻ സിമ്പിൾ കൊടുക്കും. അതിനാൽ ലെസ് ദാൻ ക്വസ്റ്റ്യൻ മാർക്ക് തുടങ്ങി ക്വസ്റ്റ്യൻ മാർക്ക് ലെസ് ദാൻ തീരുന്നതിന്റെ ഇടയ്ക്കുള്ള ഭാഗമായിരിക്കണം PHP സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, അതിന് ഇപ്പൊ ഇവിടെ എക്കോ ദിസ് ഈസ് PHP BR ടാഗും ഒരു സിംഗിൾ കോട്ട് കൊടുക്കുന്നത്. എക്കോ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്തിനു ഉപയോഗിക്കുന്നത്, സ്ക്രീനിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ്. അതിന് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് HTML കോഡായി അതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടും.
സെർവർ സൈഡിൽ നിന്ന് ക്ലയന്റിലോട്ട് വരുമ്പോൾ എഴുതി കാണിക്കാൻ എന്തായിരിക്കും? നമ്മുടെ HTML പേജ് ഉണ്ടാക്കിയാൽ അതിനകത്ത് ക്ലയന്റ് സൈഡ് വരുന്നത് എന്തേ കാണുള്ളൂ? ദിസ് ഈസ് PHP കാണും, BR എന്നുള്ള ടാഗും കാണും. എന്ന് PHP ഈ പ്രോഗ്രാം പ്രകാരം അതിനെ കൺവേർട്ട് ചെയ്ത് എങ്ങനെ ആക്കി മാറ്റിക്കളയും? ദിസ് ഇതിനെ ക്ലയന്റ് സൈഡിൽ നോക്കിയാൽ അതിന്റെ സോഴ്സ് എടുത്ത് നോക്കിയാൽ ദിസ് ഈസ് PHP BR എന്ന് കാണുള്ള ഒരു PHP കോഡാണെന്ന് പോലും നമ്മൾ ഈ PHP കോഡാക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഔട്ട്പുട്ട് റിസൾട്ടിങ് HTML ഉണ്ടാക്കുന്ന ജോലി ആരുടെയാണ്? നമ്മുടെ PHP സ്ക്രിപ്റ്റിന്റെ ജോലിയാണ്. അഡ്വാൻസ് ടോപ്പിക്കുകൾ നമുക്ക് വരുമ്പോൾ ബാക്കി ഡീറ്റെയിലോട്ട് നോക്കാം. A detailed look into the code. ഇവിടെ നോക്കാം. നമ്മൾ ഇതിനകത്ത് ആ ബോൾഡ് ആയിട്ട് എഴുതിയേക്കുന്ന ഭാഗം മാത്രമേ ഉള്ളൂ PHP കോഡ്. കണ്ടില്ലേ? എക്കോ ദിസ് ഈസ് PHP BR. എന്തിനു വേണ്ടിയാണ്? ഡിസ്പ്ലേ ഓൺ ദ സ്ക്രീൻ. സ്ക്രീനിൽ കാണിക്കാൻ വേണ്ടിയാണ്. സ്ലാഷ് സ്ലാഷ് കൊടുത്താൽ അതൊരു കമന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സിംഗിൾ ലൈൻ കമന്റ് കൊടുക്കാൻ വേണ്ടിയാണ് ഡബിൾ സ്ലാഷ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത PHP ടാഗ് എങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? PHP ടാഗ് എന്ന് പറഞ്ഞാണ് ലെസ് ദാൻ ക്വസ്റ്റ്യൻ മാർക്ക് PHP കൊടുക്കുക, എൻഡിങ് വിത്ത് എന്താണ് ക്വസ്റ്റ്യൻ മാർക്ക് ഗ്രേറ്റർ ദാൻ സിമ്പിൾ. എക്കോ കമാൻഡ് എന്തിനോട് ഉപയോഗിക്കുന്നു? ഡിസ്പ്ലേ ഐറ്റംസ് ഓൺ ദ സ്ക്രീൻ. ഡബിൾ സ്ലാഷ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? സിംഗിൾ ലൈൻ കമന്റ് ആണ്. മൾട്ടി ലൈൻ കമന്റ് വേണ്ടി ഉപയോഗിക്കുന്നു? സ്ലാഷും സ്റ്റാറും തുടങ്ങി സ്റ്റാറും സ്ലാഷിനും ഇടയ്ക്ക് എന്തെല്ലാം എഴുതുന്നുണ്ടോ അതെല്ലാം കമന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അതായത് സിംഗിൾ ലൈൻ കമന്റ് സ്ലാഷ് സ്ലാഷും, മൾട്ടി ലൈൻ കമന്റ് എന്താണ്? സ്ലാഷ് സ്റ്റാറും സ്റ്റാർ സ്ലാഷിനും ഇടയ്ക്ക് കൊടുക്കുന്നതെല്ലാം മൾട്ടി ലൈൻ കമന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. PHP എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? ലെസ് ദാൻ ക്വസ്റ്റ്യൻ മാർക്ക് PHP ആൻഡ് ടെർമിനേറ്റ് വിത്ത് ക്വസ്റ്റ്യൻ മാർക്ക് ആൻഡ് ഗ്രേറ്റർ ദാൻ സിമ്പിൾ. ഓക്കെ. Viewing PHP files. PHP files executed on the web server. എവിടാണ് PHP files എക്സിക്യൂട്ട് ചെയ്യുന്നത്? സെർവർ സൈഡിലാണ് അല്ലെങ്കിൽ വെബ് സെർവറിലാണ്. Therefore, we cannot save them anywhere and view them as with HTML files. അതുകൊണ്ട് തന്നെ സാധാരണ കേസിൽ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് തന്നെ സേവ് ചെയ്യാനും കാണാൻ പറ്റുന്ന രീതിയിൽ സാധാരണ HTML ഫയൽ കാണുന്ന രീതിയിലൊന്നും നമുക്ക് സൂക്ഷിച്ചു വെക്കാനും പറ്റത്തില്ല. ഓക്കെ. മസ്റ്റ് സേവ് PHP ഫയൽസ് ഇൻ സബ് ഡയറക്ടറി ഓഫ് ദ വെബ് സെർവർ. വെബ് സെർവറിന്റെ സബ് ഡയറക്ടറിയിലായിരിക്കണം നമ്മൾ എന്ത് സേവ് ചെയ്യേണ്ടത്? PHP എക്സ്റ്റൻഷനുള്ള സ്ക്രിപ്റ്റ് പ്രോഗ്രാം ഫയൽസ് സേവ് ചെയ്യേണ്ടത്. അത് ലിനക്സ് കോൺഫിഗറേഷനിലാണെങ്കിൽ /var www സേവ് ചെയ്യേണ്ടത്. വിൻഡോസിലാണെങ്കിൽ നമ്മൾ എവിടാണോ നമ്മൾ സെർവർ കോൺഫിഗർ ചെയ്തേക്കുന്നത് അതിനകത്തുള്ള www ഫോൾഡറിലായിരിക്കണം സേവ് ചെയ്തിരിക്കേണ്ടത്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് വരും ക്ലാസ്സുകളിൽ നോക്കാം. അതായത് നമുക്ക് സെർവർ സൈഡിൽ www ഡയറക്ടറിയിലായിരിക്കണം നമ്മൾ PHP ഫയൽസ് സേവ് ചെയ്യേണ്ടത്. നമുക്ക് ഇഷ്ടാനുസരണം ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ട് സേവ് ചെയ്യാൻ സാധിക്കുകയില്ല. Make a call to web server via domain name. നമ്മൾ വെബ് സെർവറിൽ ഇൻഫർമേഷനെ കാൾ ചെയ്യാൻ ചിലപ്പോൾ ഡൊമൈൻ നെയിം ഉപയോഗിച്ചായിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ google.com എന്ന് വിളിച്ചാൽ ഗൂഗിളിന്റെ ഇൻഡെക്സ് പേജ് അല്ലെങ്കിൽ ഡീഫാൾട്ട് പേജ് ആയിരിക്കും ലോഡ് ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് കൊടുക്കാം? IP അഡ്രസ് കൊടുക്കാം. ഇപ്പൊ google.comന്റെ IP അഡ്രസ് ഡൊമൈൻ നെയിമിന് പകരം യഥാർത്ഥ IP അഡ്രസ് 75.24.205.87 ആണെന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അങ്ങനെ കൊടുത്താലും അതിന്റെ ഇൻഡെക്സ് പേജ് ആണ് വിളിക്കുന്നത്. ഇനി അല്ല, നമുക്ക് ടെസ്റ്റ് ഫേസിന്റെ ഭാഗമായിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതിന് ലോക്കൽ ഹോസ്റ്റ് മെഷീൻ അതിനകത്ത് തന്നെ ചെയ്ത് കൊടുക്കണമെങ്കിൽ എന്തെങ്കിലും ലോക്കൽ ഹോസ്റ്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ചെയ്യാൻ പോകുന്ന സാമ്പിൾ പ്രോഗ്രാംസ് ആദ്യ ഘട്ടത്തിലൊക്കെ എവിടെ നമ്മൾ ചെയ്ത് നോക്കും? ലോക്കൽ ഹോസ്റ്റിലായിരിക്കും ചെയ്ത് നോക്കുന്നത്. ഇനി വാട്ട് ക്യാൻ PHP ഡു? PHP can generate dynamic page contents. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ് ഡൈനാമിക് ആയിട്ട് പേജ് ഇൻഫർമേഷൻ ഉണ്ടാക്കി ക്ലയന്റിന് കൊടുക്കാൻ വേണ്ടി എന്ത് ഉപയോഗിക്കും? സെർവർ സൈഡ് പ്രോഗ്രാമിംഗ് സാധനമായ സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ആയ PHP ഉപയോഗിക്കും. PHP can generate, create, open, read, write, close files on the server. സെർവറിൽ ഒരു ഫയൽ ഉണ്ടാക്കാനോ ക്ലോസ് ചെയ്യാനോ ഉള്ളത് ഓപ്പൺ ചെയ്യാനോ ഉള്ളതിലെ കണ്ടന്റ് റീഡ് ചെയ്യാനോ ആ ഫയലിലോട്ട് എഴുതാനോ എന്ത് ഉപയോഗിച്ച് പറ്റും? PHP ഉപയോഗിച്ച് സാധിക്കും. PHP can collect form data. നമുക്കൊരു ഡാറ്റ എൻട്രി സ്ക്രീനോ ആപ്ലിക്കേഷൻ ഫോമോ ഒക്കെയുള്ള ഫോമിലുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ എന്തുപയോഗിക്കാം? PHP ഉപയോഗിക്കാം. PHP can send and receive cookies.
കുക്കീസ് കേട്ടിട്ടുള്ളൂ. എപ്പോഴും നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് വിളിക്കുന്ന പേജിലുള്ള കുറച്ച് ഇൻഫർമേഷൻസ് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ക്ലയന്റ് സൈഡിൽ കൊണ്ട് കുക്കി ആയിട്ട് സ്റ്റോർ ചെയ്താൽ ആ പേജ് റിഫ്രഷ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നമുക്ക് എളുപ്പമായിരിക്കും. അതുകൊണ്ട് PHP കുക്കീസ് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും ഒക്കെ നമുക്ക് PHP ഉപയോഗിക്കാം. PHP can add, delete, modify data in your database. നമ്മൾ ഡാറ്റാബേസ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുമ്പോൾ അതിനകത്തോട് ഇൻഫർമേഷൻ ആഡ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ ഒക്കെ കാര്യങ്ങൾ എന്ത് വെച്ച് സാധിക്കും? PHP സ്ക്രിപ്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, അത് വെച്ച് നമുക്ക് സാധിക്കുന്നതാണ്. അതൊക്കെ നമുക്ക് വരും ക്ലാസ്സുകളിൽ പഠിക്കാം. PHP can restrict users to access some page on your website. നമുക്ക് ഒരു പേജിലുള്ള എല്ലാ പേജസും എല്ലാ യൂസർക്കും കിട്ടണ്ട, നമുക്കതൊക്കെ റെസ്ട്രിക്ട് ചെയ്ത് വെക്കണം. ആ രീതിയിലുള്ള കോഡിങ് എഴുതാനും ലിമിറ്റഡ് ആക്സസ് അല്ലെങ്കിൽ കൺട്രോൾസ് കൊടുത്ത് ആക്സസ് ചെയ്യിക്കാനുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ എഴുതി നമുക്ക് PHP ഉപയോഗിച്ച് പേജ് റെസ്ട്രിക്ഷൻസ് ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ പേജിന് റൈറ്റ്സ് കൊടുക്കുക. ചില റൈറ്റ്സ് ഉള്ള ആൾക്കാർ മാത്രമേ ആ പേജ് കാണാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ കോഡിങ് നടത്താനും PHP ഉപയോഗിച്ച് സാധിക്കുന്നതാണ്. PHP can encrypt data. നമുക്ക് ഈ ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ ഇൻഫർമേഷൻസ് ഫ്ലാറ്റ് ആയിട്ട് പോവാതെ ക്രിപ്റ്റ് ചെയ്ത് അയച്ചാൽ ഇടയ്ക്ക് വെച്ച് ആരെങ്കിലും ഇത് മോഷ്ടിച്ചാലും അവർക്ക് എന്താണെന്ന് അറിയാൻ പറ്റത്തില്ല. ക്രിപ്റ്റ് അയക്കുന്ന ഡേറ്റ എൻക്രിപ്റ്റ് ചെയ്ത് നമുക്ക് കാണാം. ഓക്കെ, അതിന് നമ്മൾ അങ്ങനെ ക്രിപ്റ്റ് ചെയ്ത ഇൻഫർമേഷൻസ് സെൻഡ് ചെയ്യാനൊക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? PHP ഉപയോഗിക്കാൻ പറ്റും. ഇനി സെറ്റപ്പ് PHP ഓൺ യുവർ കമ്പ്യൂട്ടർ. നമ്മുടെ സ്വന്തം കമ്പ്യൂട്ടറിൽ എങ്ങനെ PHP സെറ്റ് ചെയ്തെടുക്കാം? ആദ്യം എന്ത് ചെയ്യണം? ഇൻസ്റ്റാൾ എ വെബ് സെർവർ. സെർവർ സൈഡ് പ്രോഗ്രാമിംഗിൽ ആണിത്. അതുകൊണ്ട് എന്താണ്, നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒരു PHP വർക്ക് ചെയ്യുന്ന ഒരു വെബ് സെർവർ ഉണ്ടാവണം. അടുത്ത എന്താണ്? ഇൻസ്റ്റാൾ PHP നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഇനി നമുക്ക് ഡാറ്റാബേസ് ആപ്ലിക്കേഷൻസ് വല്ലതും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാൾ എ ഡാറ്റാബേസ് സച്ച് ആസ് MySQL. MySQL എന്ന് പറഞ്ഞാൽ PHPയുടെ കൂടെ ഓപ്പൺ സോഴ്സ് ആയിട്ട് കിട്ടുന്ന ഒരു ഡാറ്റാബേസ് ആണ്. The official PHP website php.net has installations. നമുക്ക് ഫ്രീ ആയതുകൊണ്ട് തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ php.net എന്ന് പറയുന്ന സൈറ്റിൽ കയറി നമുക്ക് ഇൻസ്റ്റലേഷൻസ് ഈ പറയുന്ന വെബ് സെർവറും PHPയും ഒക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി അതിന്റെ മാനുവൽ കിട്ടാൻ വേണ്ടി ഈ പറയുന്ന താഴെ റെഡ് കളറിലുള്ള ആ ലിങ്ക് ഉപയോഗിച്ച് നമുക്ക് അതിന്റെ ഇൻസ്റ്റലേഷൻ ഹെൽപ്പ് നമുക്ക് കിട്ടുന്നതായിരിക്കും. എന്താണ്? install.phpയിൽ നമുക്ക് ഇത് ചെയ്യുന്ന സ്റ്റെപ്സും പ്രൊസീജിയേഴ്സും ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് നോക്കി കറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമുക്ക് ബേസിക് ഇൻട്രൊഡക്ഷൻ ആണ് PHPയുടെ നമ്മളിപ്പം പഠിച്ചത്. ഇനി വരും ക്ലാസ്സുകളിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിൽ നോക്കാം.